ഒരു സുന്ദരിയായ പെൺകുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അവളുടെ ചിത്രം പേപ്പറിൽ വരയ്ക്കാണ്. പെട്ടെന്ന് വരയ്ക്കുന്നതിന്റെ ഇടയിൽ പെൻസിലിന്റെ മുന ഒഴിഞ്ഞു. ഇതെന്തു പറ്റിയെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കുറെ പേനകളും ബ്രഷുകളും വെച്ചിട്ടുള്ള ഒരു പെട്ടിയിൽ നല്ലൊരു പെൻസിലിനായി തപ്പി നോക്കി. അവസാനം ഒരു വലിയ കറുപ്പ് നിറമുള്ള ഒരു പെൻസിൽ അയാൾ എടുത്തു. ഇത് വെച്ചിട്ട് വരച്ചു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു പുതിയ പെൻസിലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ഷാർപ്പർ ഉപയോഗിച്ച് അതിന്റെ അറ്റം കുറിപ്പിച്ചെടുത്തു. ഒരു ട്രയൽ നോക്കിയേക്കാം എന്ന് കരുതി അടുത്തിരുന്ന ഒരു ചീത്ത പേപ്പറിൽ ഒരു കല്ലിന്റെ ഷേപ്പ് വരച്ചു. പെട്ടെന്ന് അയാൾ നോക്കിയപ്പോൾ ആ വരച്ച ഭാഗം ഇളകാൻ തുടങ്ങിയിരിക്കുന്നു. അയാൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ആ സമയം ആ പേപ്പറിനുള്ളിൽ നിന്നും ഒരു കല്ല് പുറത്തേക്ക് വന്നു വീണു. അയാൾ ഞെട്ടി. ഇത് ശരിക്കും കല്ല് തന്നെയാണോ എന്ന് അയാൾ വിചാരിച്ചു. എന്നിട്ട് അതൊന്ന് എടുത്തു നോക്കി. അത് കയ്യിലെടുത്ത് അമർത്തി നോക്കി. അപ്പോൾ അത് ശരിക്കും ഒരു കല്ല് തന്നെയായിരുന്നു. അങ്ങനെ അയാൾ ആ പേപ്പറിൽ ഒരു ആപ്പിളിന്റെ പടം കൂടെ വരച്ചു നോക്കുകയാണ്. എന്നിട്ട് അത് നോക്കിയിരിക്കുകയാണ്. മുന്നത്തെ പോലെ അത് അനങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ആപ്പിൾ പുറത്തേക്ക് വരികയാണ്. ആ ആപ്പിൾ അയാളെടുത്ത് അത് കടിച്ചു നോക്കി. എന്നിട്ട് ഇത് ഒറിജിനൽ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. ഒരു ഫ്രണ്ടിനെയും വിളിച്ച് ഓടി തന്റെ വീട്ടിൽ വന്നു. പേപ്പറിൽ ഒരു സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ ചിത്രം വരച്ചു. നിനക്കെന്താടാ സുഖമില്ലേ, നിനക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിച്ച് ഫ്രണ്ട് ആ പേപ്പർ എടുത്ത് പുറത്തേക്ക് എറിയാണ്. നീ എന്താടാ ഈ കാണിച്ചത് എന്ന് പറഞ്ഞ് അയാൾ ആ പേപ്പർ എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പ്രായമായ മനുഷ്യൻ ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് എടുത്ത് കാണിച്ചു. നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ എനിക്ക് മര്യാദയ്ക്ക് തന്നൂടെ, എന്തിനാ എറിഞ്ഞെന്റെ തലമണ്ട പൊട്ടിക്കുന്നത് എന്ന് ചോദിച്ചു. തല പോയാലും സാരമില്ല, തലയ്ക്ക് പകരം ഞാൻ ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ് അയാൾ അത് പോക്കറ്റിൽ വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് പോയി. പിന്നെ ഈ മനുഷ്യൻ നിലത്തിരുന്ന് ഒരു വലിയ പേപ്പർ എടുത്ത് അതിലൊരു വലിയ 1000 ഗ്രാമിന്റെ ഒരു സ്വർണ്ണത്തിന്റെ ചിത്രം വരച്ചു. വരച്ചതും ആ പേപ്പറിൽ നിന്ന് സ്വർണം പൊന്തി വന്നു. ഇത് കണ്ട് രണ്ടാളുടെയും കിളി പോയി നിൽക്കുകയാണ്. എന്നാലും എങ്ങനെയായിരിക്കും അയാൾക്ക് ആ പെൻസിൽ കിട്ടിയിട്ടുണ്ടാവുക?